ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. ഇവിടെ ഇപ്പം കർണാടകയിൽ മാത്രമല്ല എല്ലായിടത്തും LPGയുടെ ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ നമ്മളോട് വർക്ക് ഫ്രം ഹോം പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എപ്പം തിരിച്ചു വിളിക്കും എന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഉള്ള കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കാം. സോ അതുകൊണ്ട് നമ്മൾ ഒരു തൽക്കാലത്തേക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്ന് കണക്കാക്കിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇന്നത്തെ വ്ലോഗിൽ എൻ്റെ നാടും എൻ്റെ വീട്ടുകാരെയും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഒരു സമയം എത്ര ആയി? 5:30 ആയോ? ഓക്കെ, 5:30. അപ്പം ഓക്കെ, ഇപ്പം ഏകദേശം 5:33 ആയിട്ടുണ്ട്. നമ്മളിനി ഊബർ ബുക്ക് ചെയ്തിട്ട് മടിവാളയിൽ നിന്നാണ് ബസ്. മടിവാളയ്ക്ക് പോകണം. രാത്രി 9:30ക്കാണ് ബസ്. പക്ഷെ ഇവിടുത്തെ ട്രാഫിക്കിൽ ഞങ്ങൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ 9:30 അല്ലെങ്കിൽ 9:08 ഒക്കെ ആകുമ്പോഴെങ്കിലും അവിടെ എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതൊക്കെ പാക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ കൂടുതൽ സഞ്ചിയുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതിനകത്തൊക്കെ മുടിഞ്ഞ വെയിറ്റും. അപ്പം ഞങ്ങൾ ഇതൊക്കെ കൊണ്ട് പോകുകയാണ്. അപ്പൊ ബാംഗ്ലൂർക്ക് ഒരു 2 ആഴ്ചത്തേക്ക് വിടാം പറഞ്ഞ് ഞങ്ങൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ദേ ചിപ്പി നിൽക്കുന്ന ഗൈസ്. വീട്ടിൽ പോയിട്ട് വരാം. എല്ലാവരും വീട്ടിൽ പോകുന്നതിന് എക്സൈറ്റ്മെന്റ് ആണ്. വർക്ക് ഫ്രം ഹോം എന്ന് കേട്ടതും പെട്ടിയൊക്കെ ഇന്നാണ് കൺഫർമേഷൻ കിട്ടി. ഇന്ന് രാവിലെ 9 മണിക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. 10 മണിയായപ്പോൾ ഞങ്ങൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എല്ലാം സെറ്റായി. ഞങ്ങളിപ്പോ പോകാൻ വേണ്ടിയിരിക്കുന്നു. അപ്പം ഗൈസ്, പോകുന്ന വേഗത്തിൽ തിരിച്ചു വരാതിരുന്നാ കൊള്ളാം. അതും പറയാൻ പറ്റത്തില്ല. ഇപ്പം അവര് ഞങ്ങളുടെ PG അഡ്രസ്സ് ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ? PGയിൽ ഫുഡ് ഇല്ലാതായിട്ട് ഏകദേശം ഒരു 2-3 ദിവസമായി. ഞങ്ങള് ആക്ച്വലി ഒരു നോട്ടീസ് വരെ ഇറക്കിയിരുന്നു. ഗ്യാസ് LPGയുടെ ഇഷ്യൂ കാരണം അധികം ഫുഡൊന്നും തരാൻ പറ്റത്തില്ല. 3 നേരം റൈസ് ആയിരിക്കും. ലൈക്ക് രാവിലെ എന്തെങ്കിലും റൈസ് ടൈപ്പ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറും രസം അല്ലെങ്കിൽ ദാൽ അല്ലെങ്കിൽ സാമ്പാർ, ആ സെയിം സാധനം തന്നെ വൈകിട്ടും. അങ്ങനെയാണ്. ഇന്നെന്തോ ഭാഗ്യത്തിന് രാവിലെ ഇഡ്ഡലി തന്നു. അതൊന്നും തരില്ല എന്നാ നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെന്തോ ഭാഗ്യത്തിന് തന്നു. പിന്നെ ഇവരുടെ ഫുഡ് വളരെ നല്ലതായതുകൊണ്ട് ഞങ്ങൾ 3 നേരവും കഴിക്കാറുമില്ല. അപ്പം അതിന്ന് വീട്ടിലേക്ക് പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഫുഡ് കഴിക്കാം ഉണ്ട് എന്ന് ഓർത്തിട്ടാണ്. സോ അപ്പൊ ഞങ്ങള് റൂമെല്ലാം പൂട്ടി ഞങ്ങളുടെ താക്കോലെല്ലാം എടുത്തിട്ട് ഊബർ ബുക്ക് ചെയ്തോ? ബുക്ക് അപ്പം ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ബാക്കി ഇനി മടിവാള ചെന്നിട്ട് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ പെട്ടി കേട്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ നമുക്ക് ഊബർ കിട്ടി. നമ്മൾ ഊബറിൽ കയറിയിരുന്നു. ഊബറില് നമ്മള് ജസ്റ്റ് അവിടെ നിന്ന് എടുത്തതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് 9 കിലോമീറ്റർ ഇല്ലേ? 9 കിലോമീറ്റർ. 10 അല്ല, 9.8 ആണ്. ഇതെല്ലാം ഞങ്ങളുടെ ലഗേജ് ആണ്. ഡിക്കി തുറക്കാവാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഡിക്കിയിൽ ചെയ്യാതെ സ്പേസ് ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം ഫ്രണ്ടിൽ തന്നെ കുത്തി കയറ്റി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഡ്രൈവറിനെ. അങ്ങനെ ഞങ്ങള് മടിവാള കഫേയിലെത്തി ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാ. അത് എത്ര ഒച്ചയൊക്കെ കേൾക്കുന്നത്. എത്ര നേരം നിന്നിട്ടാന്ന് ഞങ്ങൾക്കൊന്ന് ഇരിക്കാനെങ്കിലും ഇട കിട്ടിയത്. ഇവിടെ ഇഫ്താർ സ്പെഷ്യൽസ് ആണ്. ഒരു ചിക്കൻ റോളുണ്ട്, ചായ ഉണ്ട്, വേറെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. ചിപ്പി ചായ കുടിക്കുന്ന അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ബസ് 9:30 ആയിരുന്നു. അതെടുത്തു. ഈ ചിപ്പി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. മെലിസതോ ഇത് എന്ത് കാണത്തില്ല ഭർത്താവേ. സൂത്രം കാണിച്ചു തരാം. ഈ AC ഇതില്ല ഗൈസ്, ഇത് പോയി ഗൈസ്. ഞങ്ങള് വലിയ കാര്യത്തിൽ കാശൊക്കെ കൊടുത്ത് ആവി സഹിക്കാൻ പറ്റാത്തോണ്ട് AC സ്ലീപ്പർ ഒക്കെ കൊടുത്ത് AC ബസ് ബുക്ക് ചെയ്ത്. പക്ഷെ ഈ സാധനം പോയതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ തണുപ്പ് കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. അവള് തണുപ്പില്ലാത്തടത്താണ് ഗൈസ് ഇരിക്കുന്നത്. എനിക്കിത് പോയിട്ടൊന്നുമില്ല. എനിക്ക് നല്ല സാധനം കിട്ടിയത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്നെ ഐസ് കട്ട എടുക്കാം.
പക്ഷെ ബസ് നമ്മൾ ഫ്ലൈറ്റിൽ പോണ പോലെ തന്നെ. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒന്നും അല്ല, ഞങ്ങൾക്ക് ബസ്സാണ്. എനിക്ക് ബസ്സാണ് ഇഷ്ടം, ഇവർക്ക് ട്രെയിനാണ് ഇഷ്ടം. അയ്യോ കാണിക്കില്ല മോനെ, എനിക്ക് പോകാൻ തോന്നും. നെഹദി മന്തി നെഹദിയുടെ ഭയങ്കര ഞങ്ങൾ മന്തി നെഹദി കാണിച്ച. ഓ ദേ ഞങ്ങളുടെ നെഹദി കണ്ടോ ഗായ്സ്, ഈ സാധനം നാട്ടിൽ പോയിട്ട് ഗ്യാസ് ഇല്ലാത്തോണ്ട് റെസ്റ്റോറന്റ് ഒക്കെ പൂട്ടുന്നതിന് മുമ്പ് ഒരു മന്തിയെങ്കിലും മേടിച്ച് കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഗൈസ് ഞാനും മെലീസ ദാരിദ്ര്യത്തിൽ ലക്ഷറി ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ദാരിദ്ര്യത്തിൽ ലക്ഷറി ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്ക് ഞാൻ വന്നു. അതിനുശേഷം കൊടും ദാരിദ്ര്യമായി. ഞങ്ങൾ ലക്ഷറി എന്ന വാക്കും പറഞ്ഞു. പക്ഷേ ഇതെല്ലാം മേടിക്കാനായിട്ട് കാശ് ചെലവാക്കുന്നത് ഞാൻ. എന്നിട്ട് ഗൈസ് ഞാൻ സ്പ്രിറ്റിട്ടില്ല ഗൈസ്. ഞാൻ ചുമ്മാ ലൈറ്റില്ലേ ചുമ്മാ സ്നേഹമുള്ളതാണ് വെറുതെ ഈ ചുമ്മാ പറയുന്നതാണ് ഗൈസ്. ഇവള് എന്നിട്ട് ക്യാമറ ഓഫ് ആക്കുമ്പോൾ അത് മാറ്റി പറയും. ഇല്ല ഗൈസ്, എൽസ സ്നേഹമുള്ള കുട്ടിയാണ് ഗൈസ്. ഡാങ്ങിനോ ചേട്ടാ ഇവിടെ കൂടെ ലൈറ്റ് ഇടായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഗൈസ് ഈ വണ്ടി ഫുള്ള് വൈബുള്ളവരാണ്. ഞങ്ങളിപ്പോ ടൂറ് പോലെ വീട്ടിൽ പോയി ഈ 12 മണിക്കൂർ ഈ ബസ്സിനകത്ത് ഇരിക്കുന്ന അവസ്ഥ അത് വേറെ ഓപ്ഷൻ. മരിച്ച വീട്ടിൽ പോകണം, കിടന്നുറങ്ങാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ഈ ബസ്സിൽ വരുന്നുണ്ട്, നവീൻ. അവൻ ഇവിടുന്നല്ല, അത്തിബെല്ലാന്നാ കയറുന്നത്. എങ്ങാനും ഈ ബസ്സിലാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത്തിബെല്ല എന്നോടൊന്ന് പറയണം കേട്ടാ. ഇരുട്ടാണോ ഗൈസ്? ഞാനും മെലീസയും ട്രെയിനിന് 4 ആൾക്കാരെ പരിചയപ്പെട്ട് വന്നോണ്ടിരുന്ന പിള്ളേരെ. അത് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ കമ്പനി വരെ കിട്ടുമായിരുന്നു ട്രെയിനിൽ നിന്ന്. ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഇന്റർനാഷണൽ യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ വരുവായിരുന്നല്ലോ. ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാത്ത കമ്പനികളില്ലായിരുന്നു ഗൈസ്. അതിന്റെ ഞങ്ങള് 4 ആൾക്കാരെ വലിയ സംഭവം. ഇപ്പോഴാണ് വെട്ടം വന്നത് ഗൈസ്. നേരത്തെ ഇങ്ങനെ ചേർന്നിരുന്നാ മതിയായിരുന്നു. ആക്ച്വലി ഞാനും മെലീസയും ട്രെയിനിൽ പോയ കഥയാണ് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ബസ്സിന് വരെ ഇഷ്ടമില്ല. കാരണം ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാണ് ബസ് ഭയങ്കര കുലുക്കാണ് ഗൈസ്. ഞങ്ങൾക്ക് മുട്ട പോലെ പോകണം, കുലുങ്ങാൻ പാടില്ല. എനിക്ക് ട്രെയിൻ ഇഷ്ടമല്ല ഗൈസ്, കാരണം ഒരു വൃത്തിയില്ല, പിന്നെ വാഷ്റൂം, പിന്നെ ആളുകളൊക്കെ ഭയങ്കര ബഹളമായിരിക്കും. ഇവിടെ ഈ ബസ്സിൽ ബഹളം ഉണ്ടാക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഡീസൻ്റ് ആയിട്ട് മിണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇൻട്രോവേർട്ടാണ്, പക്ഷെ ട്രെയിനിൽ നിന്ന് കമ്പനിക്കാരെ കിട്ടി. ഞങ്ങൾ ഒരു യാത്രയിൽ 2 കമ്പനി. നല്ല ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് പോയി. പിന്നെ ഞാനൊന്നും പോത്തുന്നു, ഞാൻ ഇൻട്രോവേർട്ടാ ഗൈസ്. ഞങ്ങൾ സിൽബോർഡ് ബൊമ്മനഹള്ളിയിലെത്തി. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ഗൈസ്, കഴിഞ്ഞ തവണ ഞാൻ ഞങ്ങളുടെ സ്റ്റോറി പറഞ്ഞുതരാം. എൻ്റെ മെലീസനെ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നിട്ട് റാപ്പിഡോ ബുക്ക് ചെയ്യാൻ നെറ്റില്ലായിരുന്നു. എന്നിട്ട് അടുത്ത് ഇന്ന് ബംഗാളിയുടെ ഹോസ്പോട്ടിന് ബുക്ക് ചെയ്താണ് ഗൈസ്. അടുത്തുനിന്ന് ബംഗാളിയുടെ ഹോസ്പോട്ട് ബീച്ചിൽ ചെന്നു. എന്നിട്ട് തന്നെ റാപ്പിഡോ ബുക്ക് ചെയ്ത് ബീച്ചിൽ ചെന്നേ. കറക്റ്റ് സമയത്ത് കമ്പനി ചെന്ന. ഏതോ നല്ല ചെക്കന്മാരൊക്കെ കയറുന്നുണ്ട് ഗൈസ്. ഈ ബസ്സിലില്ലേ, നമ്മൾ ഗേൾസ് സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗേൾസിനെ മാത്രമേ അടുത്തിരുത്തത്തുള്ളൂ, വേറെ ആരെയും ഇരുത്തത്തില്ല. ഞാനാണ് ഈ സിനിമയിലൊക്കെ എന്തോരം കണ്ടിട്ടുണ്ട്. നല്ല ഒരു ട്വിസ്റ്റ് ഉള്ള എന്നാന്ന് വെച്ചാൽ, എങ്ങാനും നവീൻ ഈ ബസ്സിനാണെങ്കിൽ അവൻ ഈ ബസ്സിൽ കയറിയാൽ മാത്രമേ ഞാൻ അത് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. എങ്ങാനും ഈ ബസ്സിനാണെങ്കിൽ ആൾ അന്തം വിട്ടിട്ടൊരു നോട്ടുണ്ട്. എന്നിട്ട് പറയാൻ പോകുന്ന ഡയലോഗ് എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്ത് പറയും? വെലീസ ഇപ്പൊ പറയാൻ. വെലീസ നവീൻ എങ്ങാനും ഈ ബസ്സിനാണെങ്കിൽ ഇല്ലേ, അവൻ എന്ത് പറയും നമ്മളെ കണ്ടാ? നീയൊക്കെ എന്തിനാ ഇപ്പൊ ഇതിനകത്ത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ വിട്ടില്ലേ, ഇതിറ്റകളൊക്കെ ഞാൻ ഇന്നലെ കണ്ടതല്ലേ. ഇതൊക്കെ ഇനി ഇതിനകത്തും കൂടെ കാണണോന്നൊക്കെ ഞാൻ ചോദിക്കും. അറിയില്ല ഗൈസ്, അവൻ വരുമോ ഇല്ലയോ എന്ന്. എന്തായാലും ഈ ബസ്സിൽ തന്നെയാണെന്നാണ് ഞങ്ങളുടെ ഹാരി ഇത് പറഞ്ഞത്. ഈ ബസ്സിൽ തന്നെ 9:30 ബസ്സിനാണെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ 9:30 അത്തിബെല്ലിൽ എത്തുന്ന ബസ്സാണോ അതോ 9:30 മടിവാളം എത്തുന്ന ബസ്സാണോ എന്നും എനിക്കറിയത്തില്ല. യാത്രയുടെ വണ്ടിക്കാന്നാ പറഞ്ഞത്. 8:30 8:45 യാത്രയുടെ വണ്ടിയിലായിരുന്നു മറ്റേ കൊച്ചു പോയാൽ. ഇനി ചിലപ്പോൾ അതിനാണോ എന്നും അറിയത്തില്ല. അവന് AC തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ആണോ? എളിമയുള്ള ആളാ, അതുകൊണ്ട് അവന് AC സ്ലീപ്പറിനെ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഊഹം ശരിയാണെങ്കിൽ അവൻ ഈ ബസ്സിൽ തന്നെ വരും. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ മഹാനായ നവീൻ.
മിക്കവാറും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്നെ തൂക്കിയെടുത്ത് എറിയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല, നല്ലവനാ, എല്ലാം അവന് ഭാര്യയും ജോയിലും എല്ലാം. വരുന്നു നവീൻ. ഹായ്. ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടിട്ടാണ് ഉറങ്ങിയത്. കാലൊക്കെ ഭയങ്കര വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. ഫുഡാണ് മെയിൻ. അതാദ്യം ഇപ്പം ഞങ്ങൾ ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞു. ഞങ്ങൾ മൂവാറ്റുപുഴയിലാണ്. ചിപ്പിനെ എഴുതിച്ചിരിക്കുന്ന എലിസ എപ്പോഴും ഉറക്കാം, എഴുന്നേറ്റിട്ടില്ല. ചിപ്പി പാലായിലിറങ്ങും. ഞങ്ങൾ ചാനാശ്ശേരി കോട്ടയം പപ്പായ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എടി ബീച്ചാനെ വിളിച്ചായിരുന്നോ? എന്നെ വിളിച്ചായിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചു. പെരുമ്പാവൂർ കഴിഞ്ഞു. പെരുമ്പാവൂരായപ്പോഴാണ് വിളിച്ചത്. പക്ഷെ എനിക്ക് സ്ഥലം ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു 38 യാത്രയായിരുന്നു ഗൈസ്. ബസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും സെമി സ്ലീപ്പർ എടുത്ത് കഴിഞ്ഞാൽ മടുപ്പാണ്. അടുത്ത പ്രാവശ്യം ഞാൻ സ്ലീപ്പറിനെ വരത്തുള്ളൂ എന്ത് വന്നാലും. എനിക്ക് കാല് വേദന, നിനക്ക് വേദന. ഞാൻ കാലൊക്കെ മെലിസയുടെ സീറ്റിന്റെ മണ്ടലെടുത്ത് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. മെലിസ എണീറ്റിരിക്കുന്നുണ്ട്, കാണിച്ചു. മെലിസ ഗുഡ് മോർണിംഗ്. ആളാ ഫുള്ളി സോൺ ഔട്ടാണ്. അങ്ങനെ ചിപ്പി പോവാണ് ഗൈസ്. പാലായെത്തി. ഇതോ നവീൻ പോയിരിക്കുന്നു. നവീൻ ഇരിക്കുന്നു ഗൈസ്. അവനെ പോവാണ്. നവീനെ നീ ഇന്ന് ഫേമസ് ആവടാ. നീ ഇന്ന് യൂട്യൂബിൽ വരും. യൂട്യൂബ് ഇനി 2 ആഴ്ച കഴിഞ്ഞ് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ 5 വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ SB കോളേജിന്റെ വാതിക്കലുണ്ട്. അവിടെയായിരിക്കും ഞങ്ങൾ ഇറങ്ങുന്നത്. എൻ്റെ അപ്പായെ കാണിച്ചു തരാം. വീട്, അമ്മ, അനിയൻ, എന്തുമായിരിക്കും അമ്മ എന്തുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ വരുന്ന പ്രമാണിച്ച്. അങ്ങോട്ട് ചെന്ന് ചോദിക്കണ്ട, അവര് തുറന്നു തരുമല്ലേ. ഞങ്ങളെ കൊണ്ട് മീൻ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അപ്പ. ഇങ്ങോട്ട് നോക്കപ്പാ. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. എന്റെ സുന്ദരിയായ എന്റെ അമ്മയെ കണ്ടോളൂ. എല്ലാരും പറയും എന്നെ കാണാൻ എന്റെ അമ്മേനെ പോലെയാണെന്ന്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇതാണ് എന്റെ അമ്മ. ഇത് ഞാൻ എന്റെ അനിയന് വേണ്ടി വാങ്ങിച്ചതാണ്. അവന്റെ ബർത്ത്ഡേക്കോ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അനിയൻ അതിനകത്ത് കിടപ്പുണ്ട്. അവൻ കേട്ടേ ഇല്ല. കേട്ടോക്കെ എനിക്കറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ ഉടക്കാൻ വേണ്ടത്തില്ല. കൊണ്ടേ കൊടുത്തോ? കുട്ടപ്പനാരേ, കുട്ടപ്പ, ഗുഡ് മോർണിംഗ്. ബർത്ത്ഡേക്കാരെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, നോക്കട്ടെ. ബൈസപ്സ് ഒക്കെ വന്നല്ലോ. ജിമ്മിൽ പോയ എനിക്കില്ല, നിനക്കുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, സാധനം തരാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊട്ടിക്കേട്ടാന്ന് അവ ഇച്ചിരി ടൈറ്റാണ്. ഇനിയാണ് നമുക്ക് സാബുചങ്കേരിക്കുള്ള സാധനം എടുക്കാം. ഇതാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനം. ഇത് നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നും അല്ല. ഇവിടെ വില കുറവായിട്ട് വില കൂടുതലുള്ള അവിടുന്ന് എന്നെ കൊണ്ട് സാബുചങ്കേരി മേടിപ്പിച്ചതാണ് ഗൈസ്. നമ്മൾ നമ്മുടെ ഡാഡിക്ക് വേണ്ടി സ്പെഷ്യലായി കൊണ്ടുവന്നു സാബുചങ്കേരിസ് ബ്രാൻഡ്. യെസ് guys, one more ദോശ ഉണ്ടാക്കുവാടിയെന്ന്. This is wine, red wine. 150 രൂപ. 50. Heritage.
എടങ്ങി വന്നേ. ഗൈസ്, ഞാൻ എന്റെ അനിയനും എന്നെ വാങ്ങിച്ചാണ്ട്. ഞാൻ അതിനെ തമ്മിൽ മിണ്ടത്തില്ല, പക്ഷെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഒരാഴ്ച കൂടെ ഉണ്ട്. ഇതെല്ലാം ഞാനാ വാങ്ങിച്ചു തന്നത് എന്റെ ചേച്ചിക്ക്. എങ്ങനെയുണ്ടപ്പാ ഹെറിറ്റേജ് വൈൻ? ഉണ്ട്. അപ്പൊ ഇത് ഫ്രിഡ്ജ് വെക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? നല്ല വൈനല്ലേ? 150 രൂപയ്ക്ക്. 150 രൂപയ്ക്ക് ഹെറിറ്റേജ്. ഒരു ബോട്ടിലോടെ വാങ്ങിക്കേണ്ടതായിരുന്നു. ചിപ്പി ഒരെണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പാടെ ഓൾഡ് മങ്കിനെക്കാട്ടിലും നല്ലതാ. ഓൾഡ് മങ്കിൽ നമുക്ക് സ്പ്രൈറ്റ് ഒക്കെ ഒഴിച്ച് കുടിക്കാം. അപ്പ എനിക്കും തരണ ഒരു ഗ്ലാസ് ഓൾഡ് മങ്ക. തരില്ലായിരിക്കും. അങ്ങനെ വന്നു, ഞാൻ നല്ലൊരു കുളിയും പാസ്സാക്കി. അമ്മ ഉണ്ടാക്കിയ ദോശയും സാമ്പാറും പോകാണ്. ഇപ്പോൾ സമയം 11 മണിയാകാൻ പോകുന്നു. അതിനെടുത്ത് തിരിച്ചിരുത്ത്. അതിന് വേറെ ഒരു തന്നെ മൊത്തം കഴിച്ചൊന്നും കരുതി അതിനൊന്നും പറ്റാൻ പോകുന്നത്. ഗായ്സ്, പുതിയ അതിഥി വന്നിട്ടുണ്ട്. അത് വേണോ? അതും താല്പര്യം. ഗൈസ്, ഞങ്ങൾ വന്ന പ്രമാണിച്ച് എൻ്റെ അമ്മ എനിക്കിന്ന് നല്ല ചോറ്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഇതെന്താ സാമ്പാറ്, ചിക്കൻ കറി. എടാ, ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അത് കഴിക്കാൻ എൻ്റെ കസിൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ പരിചയപ്പെടുത്തില്ല എന്ന് വേണ്ട. പപ്പടം ഉണ്ട് ഗൈസ്. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഏറ്റവും ഇളയ മകനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇച്ചിരി നാണക്കാരനാ. എടാ, കോഴിയുടെ മാങ്ങ കറിക്കാത്തുണ്ട്. ഒരു മാങ്ങ. ആ മാങ്ങയുടെ ആരെയാ കഴിക്കുന്നേ? അത് ചങ്ക തിന്നേ. അമ്മ നിനക്ക് വേണോ? എടാ, നിന്നെയൊക്കെ ആണല്ലോ എന്റെ അമ്മ വളർത്തിയത്. പിന്നെ നീ തന്നെ 2 വയസ്സിൽ തന്നെ അങ്ങോട്ട് വളരുമായിരുന്നല്ലോ. ഓക്കെ ഗായ്സ്, അങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയും എൻ്റെ അമ്മ ഉണ്ടാക്കിയ ബാക്കി കറികളും ഒക്കെ കൂട്ടി ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം നന്നായി ഭക്ഷണം കഴിച്ചു. ഇന്ന് ചിക്കൻ, നാളെ കൂന്തൽ, നാളെ കഴിഞ്ഞ് കറച്ചി, അങ്ങനെ ഓരോ ദിവസം ഓരോ വെറൈറ്റി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് വെച്ചാൽ നമ്മൾ തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ വീട്ടുകാരെ എല്ലാം നിങ്ങൾ കണ്ടില്ലേ. എൻ്റെ അനിയന് സർപ്രൈസ് കൊടുത്തു, എൻ്റെ അമ്മയെ കാണിച്ചു തന്നു, എൻ്റെ അപ്പായെ കാണിച്ചു തന്നു, എൻ്റെ വീട്. ആൻഡ് ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.